രണ്ട് മൊസാദ് ഏജന്റുമാരെ ഇറാൻ പൊക്കി തട്ടി എന്നൊരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയി പരിശോധിക്കാം. അതുപോലെ ലെബനനിലെ ഓപ്പറേഷൻ തുടങ്ങി ഇന്നേക്ക് വരെ 690 ഇസ്രായേലി സോൾജേഴ്സിന് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടെന്നും 42ഓളം സോൾജേഴ്സ് കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ നമുക്ക് പരിശോധിക്കാം. അതുപോലെ US ഇറാന്റെ ഒരു കപ്പൽ അറ്റാക്ക് ചെയ്യുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ US അത് പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ദൃശ്യം നമുക്ക് കാണാം. അതേസമയം ഇറാൻ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ വീഡിയോയും നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് ഇറാനിലേക്ക് പോവാം. ഇറാനിലെ ഒരു ന്യൂസ് ഉണ്ട്. അതായത് ഇറാൻ സേസ് ഇറ്റ് എക്സിക്യൂട്ടഡ് 2 men convicted of planning attack on behalf of Israel. ഇസ്രായേലിന് വേണ്ടിയിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത രണ്ടുപേരെ പൊക്കിയിട്ട് തട്ടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. Iran has expressed 2 men convicted of cooperating with Israel's Mossad intelligence agency and plotting attack inside the country. കൺട്രിന്റെ ഉള്ളിൽ തന്നെ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്തിട്ടുള്ള മൊസാദ്, അതായത് ഇസ്രായേലിന്റെ മൊസാദ് ഇന്റലിജൻസ് സർവീസുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന രണ്ടുപേരെയാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്, തട്ടിയിട്ടുള്ളത്. ഇത് പുറത്തുവിട്ടിട്ടുള്ളത് ഇപ്പോൾ ന്യൂസ് റിപ്പോർട്ടിംഗ് ആയിട്ടുള്ള മിസാൻ ആണ്. മിസാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അക്കോർഡിംഗ് ടു മിർസാൻ, 2 ഇൻഡിവിജ്വൽസിനെയാണ് പൊക്കിയിട്ടുള്ളത്, തട്ടിയിട്ടുള്ളത്. അത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് മുഹമ്മദ് ഷാഹി എന്ന് പറയുന്ന ഒരാളും അതുപോലെ രണ്ടാമത്തേത് ഹാമിദ് വാലിദി എന്ന് പറയുന്ന രണ്ടുപേരെയാണ് ഈ മൊസാദുമായിട്ട് ലിങ്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തൂക്കി തീർത്തിട്ടുള്ളത്. ഇറാൻ പറയുന്നത് ദേ റിസീവ് ട്രെയിനിങ് ഫ്രം അബ്രോഡിൽ നോക്കി ഇവർക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഇറാഖിന്റെ കുർദിഷ് റീജിയനിൽ നോക്കി ഇവർക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇറാൻ പറയുന്നത് രാജ്യത്ത് നിന്നിട്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇറാന്റെ ഉള്ളിൽ ഒരു അറ്റാക്കിങ് പ്ലാൻ ചെയ്ത ആളുകളാണെന്നാണ് ഇറാൻ പറഞ്ഞത്. അതിനാണ് അവരെ വധിച്ചിട്ടുള്ളത്. ഇനി US ഇറാന്റെ ഒരു കപ്പൽ അടിച്ചു പൊളിച്ചിട്ട് തൂക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ US കസ്റ്റഡിയിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ US പുറത്തു വിട്ടിട്ടുണ്ട് അത് ക്യാപ്ചർ ചെയ്യുന്ന ഒരു വീഡിയോ ഫുട്ടേജ്.